നബിതങ്ങളോട് നമുക്ക് എത്രമാത്രം മഹബ്ബത്ത് വേണം. അതേ, അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതാ സ്വന്തം ശരീരങ്ങളെക്കാൾ കടപ്പെട്ട നേതാവാണ്. മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും വന്നാസി അജ്മഈൻ, ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇഷ്ടവും പ്രിയവും സ്നേഹവും ഉണ്ടാകുവോളം നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസി ആവില്ലെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് കേവലം പ്രസംഗിക്കാനുള്ളതല്ല, എഴുതാനുള്ളതല്ല, കേൾക്കാൻ മാത്രമുള്ളതല്ല. കുടുംബജീവിതം നയിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ഭർത്താവിനൊരു കാര്യം ഇഷ്ടമില്ലെന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിന്റെ നിയമം പെങ്ങളെ ഒരു കാലത്തും ഭർത്താവിന് വേണ്ടി ഒഴിവാക്കരുത് കേട്ടോ. ചില സ്ത്രീകളതാ അവർ ഇസ്ലാമിക വേഷമല്ലാത്ത വേഷം ധരിച്ചു പുറത്തിറങ്ങുമ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയും, എന്റെ ഇക്കാക്ക് ഇഷ്ടമില്ല, എന്റെ ഇക്കാക്ക് ഞാൻ പർദ്ദയിടുന്നത് ഇഷ്ടമില്ല, എന്റെ ഇക്കാക്ക് ഇങ്ങനെയാണ് ഇഷ്ടം എന്ന് പറയുന്ന മോളെ, നിന്റെ ഇക്ക നിന്റെ ഖബറിലുണ്ടോ? നാളെ മഹ്ശറിൽ നിന്റെ നന്മ തൂക്കുന്ന തുലാസിന് വെയിറ്റ് കൂട്ടാൻ ഈ പ്രിയപ്പെട്ട ഇക്കയുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? സ്വന്തം ഭർത്താവിനേക്കാളും റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ടെങ്കിലല്ലാതെ ഈമാനില്ല. ചില ഭർത്താക്കന്മാര് പറയുന്നു, ഞാൻ താടി വടിക്കുന്നത് എന്തിനാണ്, നെരിയാടിക്ക് താഴെ വസ്ത്രം ധരിച്ച് ഞാൻ നടക്കുന്നത് എന്തിനാണ്, എന്റെ കെട്ടിയോൾക്ക് അങ്ങനെയാണ് ഇഷ്ടം, അവളതാ എന്നോട് ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താലേ എന്റെ പ്രിയപ്പെട്ടവൾക്ക് ഇഷ്ടം വരൂ. ഓ പ്രിയപ്പെട്ട സഹോദരാ, നീ മരിച്ച് നിന്നേതാ കഫൻ ചെയ്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ നിന്റെ പ്രിയപ്പെട്ടവൾ നിന്റെ കൂടെ വരുമോ? അതേ, ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൾ മറ്റൊരുത്തന്റെ മെത്ത പങ്കിടുകയാണ്, മറ്റൊരുത്തന്റെ ബെഡ് പങ്കിടുകയാണ്. എത്ര മഠേനായി പോയോ സഹോദരാ. ഈ ക്ഷണികമായ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് അല്ലാഹനെ മറക്കുന്നുവോ, റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്നുവോ? അരുത്, പാടില്ല. എന്റെ മക്കൾക്കതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് വീട്ടിൽ പല രൂപത്തിലുള്ള പേക്കൂത്തുകൾക്കും പണം ചെലവഴിക്കുന്ന രക്ഷിതാക്കളില്ലേ? സഹോദരാ, നിന്റെ മകൻ നാളെ പരലോകത്ത് നിനക്ക് ഉപകാരമുണ്ടോ? നാളെ മഹ്ശറിലെ ലോകം എന്ന് പറയുന്നത് എന്താണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുഹു യുഗ്നീ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും പറയട്ടെ, പാപ്പ മക്കളിൽ നിന്ന് ഓടുന്ന ദിവസമാണ്. ഉപ്പാക്ക് മക്കളെ വേണ്ട, ഉമ്മാക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് പാപ്പയെ വേണ്ട, മക്കൾക്ക് ഉമ്മമാരെ വേണ്ട, ആങ്ങൾക്ക് പെങ്ങളെ വേണ്ട, പെങ്ങൾക്ക് ആങ്ങളമാരെ വേണ്ട, ഭർത്താവിന് ഭാര്യ വേണ്ട, ഈ പെണ്ണ് നിനക്ക് ഇക്ക വേണ്ട, ഇക്കാക്ക് ഇത്തയും വേണ്ട, മോളും വേണ്ട, എല്ലാവരും നഫ്സി നഫ്സി. എന്റെ കാര്യം എന്താണ്, എന്റെ വിഷയം എന്താണ്? വലതുഭാഗത്തേക്ക് നോക്കിയാൽ തന്റെ കർമ്മങ്ങൾ, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ താൻ ചെയ്ത കർമ്മങ്ങൾ, മുന്നോട്ട് നോക്കിയാലോ അന്നാർ, ഇളകി പറയുന്ന നരകമാണ് കാണുന്നത്. നരകമല്ലാതെ കാണാനുണ്ടോ? ലതറവുന്നഹാ ഐനൽ യഖീൻ. നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും. ഉറപ്പായ കാഴ്ച കാണുമ്പോ ഈ ഭാര്യയ്ക്ക് വേണ്ടി ദീനൊഴിവാക്കിയ ഭർത്താവേ, ഭാര്യയ്ക്ക് വേണ്ടി ദീനൊഴിവാക്കിയ ഭർത്താവേ, അതേ ഉമ്മാക്ക് വേണ്ടി ദീനൊഴിവാക്കിയ മോനെ, മകൾക്ക് വേണ്ടി ദീനൊഴിവാക്കുന്ന ഉപ്പ, അതേ ആങ്ങൾക്ക് വേണ്ടി, പെങ്ങൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കാരണവർക്ക് വേണ്ടി, അമ്മാമന് വേണ്ടി, അളിയന് വേണ്ടി, പെങ്ങൾക്ക് വേണ്ടി, അതേ പലരുടെയും പ്രീതി കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്ന മുസ്ലിമേ, ഈ ചങ്ങാത്തമൊക്കെയും പരലോകത്തില്ല, കാണാഞ്ഞിട്ടല്ല. യുബസ്സറൂനഹും, പരസ്പരം കണ്ടറിയുന്നുണ്ട്, പരസ്പരം കണ്ടറിയുന്നുണ്ട്.
ഉമ്മ പറയാണ് എന്റെ മോനെ നരകത്തിലിട്ടാലും ഞാനൊന്ന് രക്ഷപ്പെടുമോ? ഉപ്പ പറയുന്നു എന്റെ മോനെ തീയിലിട്ടാലും ഞാൻ രക്ഷപ്പെടട്ടെ. മക്കള് പറയാണ് അതെ ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതെ ഞങ്ങളെ വിദ്യാഭ്യാസം നടത്തി, രോഗം വന്നപ്പോൾ ചികിത്സിച്ചു, വസ്ത്രവും പാന്റും തുണിയും പുസ്തകങ്ങളും വാങ്ങിത്തന്നു, അതെ വീട് വാങ്ങിത്തന്നു, ഫോണ് വാങ്ങിത്തന്നു, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വാങ്ങിത്തന്നു. പക്ഷേ റബ്ബേ നിന്നെ ആരാണെന്ന് നിന്നെ പഠിപ്പിച്ചു തന്നില്ല, നിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു തന്നില്ല, പരലോകത്തെ കുറിച്ച് പറഞ്ഞു തന്നില്ല. എന്റെ ഉമ്മ എന്റെ ഉപ്പ ഞങ്ങളെ അങ്ങനെയാണ് വളർത്തിയത്. അതുകൊണ്ട് റബ്ബനാ അരിനല്ലദൈനി അവല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ശരിക്ക് ശ്രദ്ധിച്ചോളണം ഉമ്മമാരെ, ഉപ്പമാരെ. നമ്മൾ വളർത്തിയുണ്ടാക്കുന്ന ഈ മക്കൾ നാളെ പരലോകത്ത് റബ്ബിനോട് പറയുകയാണ്, കാണിച്ചുതാ റബ്ബേ, എന്നെ പഴപ്പിച്ച എന്റെ തന്തയെ കാണിച്ചുതാ, എന്നെ പഴപ്പിച്ച് എന്നെ നേരിക്ക് വളർത്താത്ത തള്ളയെ കാണിച്ചുതാ. അവരുടെ നെഞ്ചകത്ത് കയറിയിട്ട് ഞാനൊന്ന് ചാടട്ടെ, എന്റെ ദേഷ്യമൊന്ന് തീർക്കട്ടെ. ലിയകൂനാ മിനൽ അസ്ഫലീൻ. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഇത് കേൾക്കണോ ഉമ്മ? ഇത് കേൾക്കണോ ഉപ്പ? ഇതിനാണോ വീട്ടിൽ TV വെച്ച് കൊടുത്തത്? ഇതിനാണോ മോന് മൊബൈൽ വാങ്ങിക്കൊടുത്തത്? ഇതിനാണോ നെറ്റിന്റെ കണക്ഷൻ വാങ്ങിക്കൊടുത്തത്? ഇതിനാണോ സർവത്തോന്യാസത്തിന്റെയും ഇഷ്ടം പോലെ വേഷവിധാനത്തിന് ഡ്രസ് എടുത്തു കൊടുത്തത്? അവിടെ അത് രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് ആഖിറത്തിൽ രക്ഷ വേണോ? ആഖിറത്തിൽ രക്ഷപ്പെടണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്ത് വേണം, എല്ലാവരേക്കാളും സ്നേഹം വേണം, എല്ലാവരേക്കാളും പ്രാധാന്യം അല്ലാഹുക്ക് കൊടുക്കണം, അവിടുത്തെ റസൂലിന് കൊടുക്കണം. അവരെ ശരിക്കും പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ. അങ്ങനത്തെ നമ്മൾ ജീവനേക്കാൾ സ്നേഹിക്കേണ്ടുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കള്ളം പറയുന്ന ഒരുത്തിനെയും വിടൂല എന്നാണ് ഈ ജനമുന്നേറ്റം തെളിയിക്കുന്നത്. ഈ ജനമുന്നേറ്റം സംഘടിപ്പിച്ചത് ആർക്കെതിരെയാണ്? റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറയുന്ന കക്ഷികളുണ്ട്. ദജ്ജാലുകളാണ്, കദ്ദാബുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയില്ലേ? അവിടുന്ന് വളരെ കൃത്യമായി തന്നെ ഈ സമുദായത്തോട് പറഞ്ഞതാണ്. എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്? യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും ഇയ്യാകും വഇയ്യാഹും ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും. അതേ അവസാന കാലഘട്ടത്തിൽ ചില ദജ്ജാലുകൾ വരും, കള്ളം പറയുന്ന ദജ്ജാലുകൾ വരും. നിങ്ങളുടെ പൂർവീകർക്ക് കേട്ടിട്ട് പരിചയമില്ലാത്ത പല വാദങ്ങളും ഇസ്ലാമിന്റെ പേരിൽ കൊണ്ട് നടക്കുന്ന കള്ളന്മാര്, അവര് നിങ്ങളെ പഴപ്പിക്കുന്നത് സൂക്ഷിച്ചോളണേ. അവര് നിങ്ങളെ കുഴപ്പത്തിലാക്കരുത് മുസ്ലിമീങ്ങളെ. ഹബീബായ നമ്മുടെ നബിയുടെ മുന്നറിയിപ്പാണ്. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ നുണ പറയാ, സാധാരണക്കാരന്റെ പേരിൽ നുണ പറയുന്നത് തന്നെ മഹാപാതകം. അത് നബി തങ്ങളുടെ പേരിലാണെങ്കിലോ മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറയുന്നുവെങ്കിൽ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ സ്ഥാപിച്ചു കൊള്ളട്ടെ. ഇത് ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.